അമേരിക്കയിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഭാഗിക ഷട്ട്ഡൗൺ തുടരുന്നത് രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയാണ്. വിമാനത്താവളങ്ങൾക്ക് സുരക്ഷയൊരുക്കുന്ന ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനിലെ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണം. സ്പ്രിംഗ് സീസണിലെ തിരക്കും ജീവനക്കാരുടെ അഭാവവും കാരണം ഞായറാഴ്ച ഭൂരിഭാഗം വിമാനത്താവളങ്ങളിലെ സെക്യൂരിറ്റി ചെക്ക് പോയിന്റുകളിൽ 1 മണിക്കൂറിലധികം നീണ്ട ക്യൂ ഉണ്ടായി. പ്രധാന വിമാനത്താവളങ്ങളിൽ 3 മണിക്കൂറിലധികം ക്യൂ നീണ്ടത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഹ്യൂസ്റ്റൺ ഹോബി എയർപോർട്ട്, ന്യൂ ഓർലിയൻസ് എയർപോർട്ട്, അറ്റ്ലാന്റ ഷാർലൽ ഡഗ്ലസ്, ഹ്യൂസ്റ്റണിലെ ജോർജ് ബുഷ് ഇന്റർകോണ്ടിനൽ എയർപോർട്ട് എന്നിവിടങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഷട്ട്ഡൗൺ തുടരുന്നതിന് പിന്നിൽ ഡെമോക്രാറ്റുകളാണെന്ന രാഷ്ട്രീയ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഡെമോക്രാറ്റുകൾ കാരണം തുടരുന്ന ഷട്ട്ഡൗണിൽ അമേരിക്കൻ യാത്രക്കാർക്ക് വിമാനങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറ്റപ്പെടുത്തി. വിമാനത്താവളങ്ങളിലെ നീണ്ട ക്യൂവിന്റെ ദൃശ്യവും ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് പങ്കുവച്ചിട്ടുണ്ട്. ഹോംലാൻഡ് സെക്യൂരിറ്റി പങ്കുവച്ച പോസ്റ്റുകളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഫണ്ട് തടഞ്ഞുവെച്ച ഡെമോക്രാറ്റുകളുടെ നിരുത്തരവാദപരമായ നടപടിയുടെ ദുരന്ത ഫലങ്ങൾ ഇപ്പോൾ രാജ്യമുടനീളമുള്ള അമേരിക്കക്കാർ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. തിരക്കേറിയ യാത്രാ സമയത്ത് പ്രധാന വിമാനത്താവളങ്ങളിൽ സുരക്ഷാ പരിശോധനയ്ക്കായി ഏകദേശം 3 മണിക്കൂർ വരെ നീളുന്ന വരികളാണ് യാത്രക്കാർ നേരിടുന്നത്. ഇത് വിമാനങ്ങൾ നഷ്ടപ്പെടുന്നതിനും യാത്രകൾ അങ്ങേയറ്റം വൈകുന്നതിനും കാരണമാകുന്നു. ഈ അരാജകത്വം ഡെമോക്രാറ്റുകളുടെയും ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് ഫണ്ട് നൽകാൻ അവർ വിസമ്മതിക്കുന്നതിന്റെയും നേരിട്ടുള്ള ഫലമാണ്. അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ദേശസ്നേഹികളായ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെ ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ നിർബന്ധിതരാക്കുന്നു. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഉദ്യോഗസ്ഥരുടെ അഭാവത്തിനും കടുത്ത ജീവനക്കാരുടെ ക്ഷാമത്തിനും വഴിതെളിക്കുന്നു. ഇത് ഇനി സഹിക്കാനാവില്ല. ദേശീയ സുരക്ഷയും സാധാരണക്കാരായ അമേരിക്കക്കാരെയും ബന്ദികളാക്കുന്നത് നിർത്തുക. ഡെമോക്രാറ്റുകൾ ഉടൻ തന്നെ ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് ഫണ്ട് അനുവദിക്കണം, പോസ്റ്റിൽ വ്യക്തമാക്കി. പോസ്റ്റ് പങ്കുവച്ച ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഷട്ട്ഡൗൺ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇനി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഷട്ട്ഡൗണിനെ കുറിച്ച് വിശദമായി നോക്കാം. ഫെബ്രുവരി 14 മുതൽ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന് ഫണ്ട് ലഭ്യമല്ല. ഇതേ തുടർന്ന് ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ജീവനക്കാർക്ക് ഫെബ്രുവരി 28-ന് പകുതി ശമ്പളം മാത്രമാണ് ലഭിച്ചത്. മാർച്ച് 14-ഓടെ അവരുടെ പൂർണ്ണ ശമ്പളം മുടങ്ങാൻ പോവുകയാണ്. ഇതാണ് ജീവനക്കാരുടെ കുറവിനും ജോലിയിൽ നിന്നുള്ള വിട്ടുനിൽക്കലിനും കാരണമായത്. ഇമിഗ്രേഷൻ പരിഷ്കാരങ്ങൾ ഇല്ലാതെ ഫണ്ട് അനുവദിക്കില്ലെന്ന ഡെമോക്രാറ്റുകളുടെ നിലപാടാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് ട്രംപ് ഭരണകൂടം കുറ്റപ്പെടുത്തുന്നു. സ്കൂളുകൾക്ക് സ്പ്രിംഗ് അവധിയായതിനാൽ വിമാനത്താവളങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ പൊതുസുരക്ഷയ്ക്ക് ആവശ്യമായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിനാൽ ശമ്പളമില്ലാതെ തന്നെ ജോലി തുടരാൻ അവർ നിർബന്ധിതരാണ്. ഭാവിയിൽ ഇവർക്ക് കുടിശ്ശിക ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും നിലവിൽ അവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഡെമോക്രാറ്റുകൾ കാരണമുള്ള ഷട്ട്ഡൗണിന്റെ കഠിനമായ പ്രത്യാഘാതങ്ങൾ അമേരിക്കക്കാർ ഇപ്പോൾ അനുഭവിക്കുകയാണെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് വക്താവ് ലോറൻ ബിസ് പറഞ്ഞു. ഡെമോക്രാറ്റുകൾ ദേശീയ സുരക്ഷയെ വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണ്. കഠിനാധ്വാനികളായ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ശിക്ഷിക്കുകയാണ്. ശമ്പളം ലഭിക്കാത്തത് ജീവനക്കാരുടെ ഇടയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിനും ഹാജർ കുറവിനും അതുവഴി ജീവനക്കാരുടെ കടുത്ത ക്ഷാമത്തിനും കാരണമായെന്ന് ലോറൻസ് ബിസ് കൂട്ടിച്ചേർത്തു. ജനുവരിയിൽ മിനസോട്ടയിൽ നടന്ന ഇമിഗ്രേഷൻ റെയ്ഡുകൾക്കിടെ 2 പ്രദേശവാസികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിൽ അഥവാ ICAയിൽ പരിഷ്കാരങ്ങൾ വേണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ പ്രധാന ആവശ്യം. ഇമിഗ്രേഷൻ ഏജന്റുമാർ മാസ്ക് ധരിക്കുന്നത് തടയുക, തിരിച്ചറിയൽ രേഖകൾ വ്യക്തമാക്കുക, വാറണ്ട് നിയമങ്ങൾ കർശനമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഏജന്റുമാർക്ക് ശമ്പളം ലഭിക്കണമെന്ന് ഡെമോക്രാറ്റുകൾ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ പരിശോധനകളില്ലാത്ത ഇമിഗ്രേഷൻ നടപടികൾ തുടരാൻ റിപ്പബ്ലിക്കന്മാർക്ക് ബ്ലാങ്ക് ചെക്ക് നൽകാൻ ഞങ്ങൾ തയ്യാറല്ലെന്നും വാഷിംഗ്ടൺ സെനറ്ററും ഡെമോക്രാറ്റിക് നേതാവുമായ പാറ്റി മൂറെ പറഞ്ഞു. അതേസമയം നിലവിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിനെ ഷട്ട്ഡൗൺ ബാധിച്ചിട്ടില്ലെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ പോലുള്ള സുരക്ഷാ ഏജൻസികൾ വലിയ പ്രതിസന്ധിയിലാണ്. ഷട്ട്ഡൗൺ തുടരുകയാണെങ്കിൽ വരും ആഴ്ചകളിൽ മറ്റ് വിമാനത്താവളങ്ങളിലും സമാനമായ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.